ഹരേ കൃഷ്ണ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലഞ്ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഇന്ന് നവരാത്രി 7ാം നാള്. നവദുർഗാ ഭാവങ്ങളിൽ ദേവി ഇന്ന് കാളരാത്രി ദേവിയായിട്ടാണ് അറിയപ്പെടുന്നത്. ആ കാളരാത്രി ദേവി എന്നറിയപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയില്ലേ? മഹിഷാസുരനെ വധിക്കുവാനായിട്ട് കാർത്യായനി ദേവി കാളീ രൂപമെടുക്കുകയാണ്. ആ കാളീ രൂപമെടുത്ത് മഹിഷാസുരനെ വധിച്ച് അട്ടഹസിച്ച് സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. ദേവിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ട നിറം ഓറഞ്ച് നിറമാണ്. ആ കാളരാത്രി ആ ബീഭത്സ രൂപം കണ്ട് ആരും ഭയപ്പെടേണ്ട. അമ്മ പെട്ടെന്ന് തന്റെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ശാന്തസ്വരൂപിണിയായിട്ട് ആ പ്രകൃതി മാതാവ് ജഗദംബികയായിട്ട് മഹാത്രിപുര സുന്ദരിയായിട്ട് നമ്മുടെ അടുക്കല് എപ്പോഴും സഹായത്തിനായിട്ട് ഓടിയെത്തും. ആര് അമ്മയെ വിളിക്കുന്നുവോ അപ്പോൾ തന്നെ ആ മാതൃഭാവത്തില് നമുക്ക് അമ്മയുടെ സ്ഥലങ്ങൾ ഇങ്ങനെ എപ്പോഴും ചുരത്തിക്കൊണ്ടേയിരിക്കും. വിശക്കുന്ന കുഞ്ഞിന് അന്നം കൊടുക്കുവാനായിട്ടും പാല് കൊടുക്കുവാനായിട്ടും അങ്ങനെ അമ്മ ശാന്തസ്വരൂപിണിയായിട്ട് എപ്പോഴും വരും. അതുകൊണ്ട് എല്ലാവരും ഇന്ന് അമ്മയെ ആ കാളരാത്രി രൂപത്തില് ആ കാളീ രൂപത്തില് മനസ്സില് കണ്ടുകൊണ്ട് അമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കുക. ആ മന്ത്രങ്ങൾ മാത്രമല്ല, നമുക്ക് എപ്പോഴും അമ്മയെ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ ആ അമ്മ അങ്ങനെ വരും. മന്ത്രങ്ങൾ ജപിക്കാൻ അറിയത്തില്ലാത്തവര് മന്ത്രങ്ങൾ ജപിച്ചില്ലെന്ന് ഓർത്തോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഹരേ കൃഷ്ണ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ജ്വാലാകരാലാമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേ ഭദ്രകാളി നമസ്തുതേ.